എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. കുടുംബ ബന്ധുക്കൾ, അപ്പനും അമ്മയും പോലും ഉപേക്ഷിച്ച് കളഞ്ഞ് കൈവിടപ്പെടലിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ദാവീദ് ദൈവിക വഴികൾ തനിക്കായി വെളിവായി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നേരെയുള്ള പാതയിൽ തന്നെ നടത്തണമെന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദൈവിക ന്യായപ്രമാണത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള സന്നദ്ധതയാണ് വിടുതലിൻ്റെ മാർഗം. അങ്ങനെ യഹോവയുടെ വഴികൾ കാട്ടിത്തരുന്നത് സ്വീകരിക്കുമ്പോൾ നേരെയുള്ള പാതകളിൽ താൻ നയിക്കപ്പെടും. ഈ വഴികൾ ദേവാലയത്തിലെ ദൈവാരാധനയും അതിന് യോജിക്കുന്ന ജീവിത ശൈലിയുമാണ്. പ്രിയ സ്നേഹിതരെ, ഉറക്കെ നിലവിളിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന ജീവിതശൈലിയും പ്രാർത്ഥനയുമാണ് നേരായ പാതയിൽ സഞ്ചരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ വഴികൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വഴിയായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ വഴികളെ ക്രമീകരിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, വഴിയും സത്യവും ജീവനുമായി നിന്നെ കണ്ടെത്തി ജീവിക്കുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.